ഹേ ഗൈസ്, വെൽക്കം ടു എ ഫോറം മാൾ വ്ലോഗ്. അങ്ങനെ കസിൻസും ഞങ്ങളും എല്ലാവരും കൂടി നേരെ ഫോറം മാളിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നുമല്ല, വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ ഫോറം മാളിലേക്ക് വെറുതെ വന്നതാണ്. അപ്പോൾ അതേ ഓരോരുത്തരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബൈ ദ ബൈ, ഫോറം മാളിലാണ് വന്നത്. പക്ഷെ ലുലു ഹൈപ്പർ മാർക്കറ്റിലല്ലാതെ വേറെ എങ്ങോട്ടും പോയില്ല. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഹൈപ്പർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാന്ന്. എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ. ഹൈപ്പർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആഗ്ലിനെ വിളിച്ചപ്പോ വേറൊരാൾ വന്നിരിക്കുന്നു. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. അങ്ങനെ റീനാന്റെ അഭിനയത്തിന് ശേഷം ഞാൻ വെജിറ്റബിളിന് അവിടെ വന്നിരിക്കുകയാണ് കുറച്ചേരം AC കൊള്ളാൻ വേണ്ടി. അപ്പോൾ ഈ പഴം കണ്ടപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഓർമ്മ വന്നെങ്കിൽ മെൻഷൻ അടിച്ചേക്കുക. ഒരു പ്ലേറ്റിന് 158 രൂപ കണ്ടതിന് ശേഷം എന്റെ ഈ വെച്ചു പറഞ്ഞത് ഇത് തികച്ചും എത്ര ഇടിച്ചാലും പൊട്ടില്ല. ഹോട്ട് വീൽസിന്റെ സെക്ഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹോട്ട് വീൽസ് ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ചെയ്ത് ഹോട്ട് വീൽസും കണ്ട് ഇവിടെ എത്തിയപ്പോ ഇവിടെ എന്തോ കേക്ക് സെലക്ഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ നടന്ന് അച്ചാറിന്റെ സെക്ഷൻ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ തൂക്കി വെച്ചു. അച്ചാറിന്റെ സെക്ഷനിൽ നേരെ മീറ്റിന്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ചേരം മട്ടിനെ തലയെ നോക്കിയിരുന്നു വെച്ചു. മീറ്റിന്റെ സെക്ഷനിൽ നേരെ മീനിന്റെ സെക്ഷനിലേക്ക് വന്നു. കുറച്ചേരം മീനിന്റെ സൗന്ദര്യമൊക്കെ നോക്കിയിരുന്നു. എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ സമയത്ത് വ്ലോഗ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഗിഫ്റ്റ് കൊടുക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഇനി നീ പോയി ബില്ലടിച്ച് പൈസ കൊടുത്തോ, അല്ലെങ്കിൽ എടുത്ത് തിരിച്ചു നമുക്ക് പോകാം മക്കളെ. പപ്പ ഐസ്ക്രീം സെക്ഷൻ അവിടെ നിന്നപ്പോ ഞാൻ ഒരു ഐസ്ക്രീം എടുത്തിട്ട് വാങ്ങിച്ചു ചോദിച്ചു. 99 കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. ഐസ്ക്രീം കിട്ടില്ലെന്ന് മനസ്സിലാക്കി ഞാൻ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് കേക്ക് കട്ടിംഗ് ആണ് അടുത്ത പരിപാടി. ചേച്ചിയുടെ ബർത്ത്ഡേ സമയത്ത് എടുത്ത വ്ലോഗ് ആയതുകൊണ്ട് കേക്ക് കട്ടിംഗ് ആയിരുന്നു അടുത്ത പരിപാടി. കട്ട് ചെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നടന്നത് ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ബൈ.